ഹലോ എവരിവൺ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാസ്റ്റർ മൈൻഡിന്റെ പവറിനെ കുറിച്ചാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പം ഈ മാസ്റ്റർ മൈൻഡ് ഒന്ന് വായിച്ച സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ പവർ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനും പറ്റത്തില്ല, അത് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാന് ഒരു ബിസിനസ് കൺസൾട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് പ്രൊഫഷണലി ഗ്രോ ചെയ്യണം, അയാള് എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാളുമായിട്ട് ശരിക്കും മാസ്റ്റർ മൈൻഡ് ഫോം ചെയ്യുക. അപ്പം 2 പേര് മതി മാസ്റ്റർ മൈൻഡ് ഫോം ആകാൻ. എത്ര പേര് വേണമെങ്കിലും ആവാം, പക്ഷെ മിനിമം 2 പേര് വേണം. അപ്പൊ മാസ്റ്റർ മൈൻഡ് തത്വം അതാണ്. അപ്പൊ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എഴുതിയത് നെപ്പോളിയൻ ഹില്ലാണ്. നെപ്പോളിയൻ ഹിൽ എഴുതാൻ കാരണം ആൻഡ്രൂ കാർണജി എന്ന് പറഞ്ഞ ഒരു വ്യവസായി അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹമാണ് ഇദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ബുക്ക് എഴുതാൻ പറയുന്നത്. ഈ ആൻഡ്രൂ കാർണജിക്ക് 50 പേരുടെ ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു. അപ്പം 500ൽ പരം മില്യനേഴ്സിനെ സ്റ്റഡി ചെയ്തിട്ടാണ് 20 വർഷം കൊണ്ടാണ് നെപ്പോളിയൻ ഹിൽ എഴുതിയത്. അപ്പൊ കുറെ തത്വങ്ങൾ ഇദ്ദേഹം കണ്ടുപിടിച്ചു. കാര്യം ഇവർക്കെല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതിനകത്ത് ഒന്ന് മാത്രമല്ല, ഏറ്റവും ശക്തമായതാണ് മാസ്റ്റർ മൈൻഡ്. അപ്പൊ നിങ്ങൾക്ക് മാസ്റ്റർ മൈൻഡ് നിങ്ങൾക്ക് ഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ മാസ്റ്റർ മൈൻഡ് ശക്തി ആർജിക്കും, അത് പവറായി മാറും. അതിന്റെ തത്വം. അപ്പൊ ഈ പലരും ഇന്ന് ലോകത്തിൽ പൈസ ഉണ്ടാക്കിയിരിക്കുന്നവര് നമ്മുടെ നാട്ടിലും വിദേശത്തും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഈ മാസ്റ്റർ മൈൻഡിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല, ചിലർ അറിഞ്ഞുകൊണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാസ്റ്റർ മൈൻഡിന്റെ തത്വം അറിയണം. ഈ തത്വം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം 2 പേര് മിനിമം വേണം. അത് ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ അകത്ത് ഒരേ മൈൻഡ് ആയിരിക്കണം. അവർക്ക് ഒരേ ഉദ്ദേശത്തിന് വേണ്ടി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാളുമായിട്ട് മാസ്റ്റർ മൈൻഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം ചെയ്യുന്നത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഈ ഒരു മാസ്റ്റർ മൈൻഡ് കാണും. കാര്യം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് അയാളിലൂടെ, ആ സംരംഭകനിലൂടെ. അപ്പൊ അവിടെ ഒരു മാസ്റ്റർ മൈൻഡ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ശക്തി ആർജിക്കും. ആ മാസ്റ്റർ മൈൻഡിനകത്ത് മനസ്സിലായിട്ട് നിൽക്കുന്നവർക്ക് പലരും സമ്പന്നരായി തീരും. അതാണ് ഇതിന്റെ പവർ. അപ്പോൾ ഇതിനകത്ത് ആ 2 മനസ്സുകൾ ഒരേ കാര്യത്തിന് വേണ്ടി, അത് സ്പോർട്സ് ആണെങ്കിലും എന്ത് കാര്യത്തിനാണ് അങ്ങനെയാണ് സംഭവിക്കുന്നത്, ഒരേ താളത്തിൽ വരുവാണ്. ആ താളത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരേ താളത്തിൽ. ഇപ്പൊ വലിയൊരു മാസ്റ്റർ മൈൻഡ് ഫോം ചെയ്തവർക്ക് പല രീതിയിൽ അതിനകത്തുള്ളവർ ഗുണങ്ങൾ വരുന്നത്. അത് ഹൈ ഫ്രീക്വൻസിയിലാണ് അവർ വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ ഹൈ ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പായി മാറുകയാണ്. അപ്പൊ വലിയ വലിയ പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ അതിനകത്ത് വളരെ ഈസി ആയിട്ട് സോൾവ് ആയി പോകും. അതുപോലെ ഐഡിയാസ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നതും ഷെയർ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ മാസ്റ്റർ മൈൻഡ് ഫോം ചെയ്യണം. മാസ്റ്റർ മൈൻഡ് തത്വം നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. അത് വായിച്ചാൽ മാത്രം കാര്യമില്ല, വായിച്ച് ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് അത് നിങ്ങൾക്ക് വശത്താക്കിയെടുക്കണം. കാര്യം അതിൻ്റെ ശക്തിയിലാണ് ഇന്ന് പലരും സമ്പന്നരായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും അത് സാധ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുക.